ഹായ്, ഞാനൊരു വീഡിയോ കേൾപ്പിക്കാം, അതിനുശേഷം കാര്യങ്ങൾ പറയാം. എന്തായാലും ഇത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബട്ട് സ്റ്റിൽ കേൾക്കാം. പിതാവ് എന്ന് പറയുന്നവൻ അവിടെ വരെ കൊണ്ടുപോയിട്ട് പമ്മിയിരിക്കുക കാറിനകത്ത്. എന്നിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങി നിൽക്കുക. ഇത് മക്കളെ കാണാനാണെങ്കിൽ ഞാൻ ഉള്ളിടത്ത് വാടി അവനെയും വിളിച്ചോണ്ട് ജാമിദ ഉറപ്പ് പറയുന്നു, നീ വന്ന കാറിൽ വന്നതുപോലെ നീ പോകത്തില്ല എന്റെ വീടിന്റെ മുമ്പിൽ നിന്ന്. കൊയിലാണ്ടിയാണ്, തിരുവങ്ങൂരാണ് ഞാൻ താമസിക്കുന്നത്. പോരടി പോരടി, അതിലെന്നെ തൂക്കിക്കൊന്നാലും ശരി, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. വന്നതുപോലെ നീ തിരിച്ചു പോകത്തില്ല. നിന്റെ അവസാനത്തെ കളിയാണ് ജാമിദയോടുള്ള കളി. ഞാൻ ഒഴിവാക്കി വിട്ടപ്പോ നീ കേറി കൊമ്പത്ത് കയറി നീ കുത്തി. എന്റെ സഹോദരങ്ങളുടെ വീട്ടിൽ പോയി അവരുടെയൊക്കെ സമാധാനം തകർക്കാൻ ഒരു സ്ത്രീ ഇറങ്ങി തിരിക്കുന്നെങ്കിൽ എഴുതി വെച്ചോടി, നിനക്ക് പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും. ബൈപോളർ ഡിസോർഡർ ഉള്ള ഒരു സ്ത്രീയുടെ പൊലമ്പമാണ് നിങ്ങൾ കേട്ടത്. പക്ഷെ ഞാൻ മുസ്ലിംസിനോട് ചോദിക്കുന്നത്, ഇസ്ലാമിയരോട് എൻ്റെ ഒരു ചോദ്യമാണ്. ഇവൾ മാത്രമാണ് പ്രശ്നം, ഇവളുടെ കുടുംബക്കാരൊക്കെ വ്യത്യാസം എന്ന് പറഞ്ഞത് പാളയം ജുമാ മസ്ജിദിൽ നിന്ന് എൻ്റെ ഒപ്പം വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല, പേര് പറയണ്ട എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ പേര് പറയാൻ പേടിയുണ്ട് അല്ലേ? ആയിക്കോട്ടെ, ഇനി അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒറ്റ ചോദ്യം, കൂടെയുള്ളവർ അവൾക്കൊപ്പമല്ല എന്ന് പറയുമ്പോൾ അവൾ അടിച്ചു പറയുന്നുണ്ടല്ലോ അവർക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണെന്ന്. അപ്പോൾ അവർ തന്നെ അവഹേളിക്കുന്നതിന് കുഴപ്പമില്ലേ? ഇത് ജാമിദ എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രം ഇരുന്നുകൊണ്ടാണ് ഇസ്ലാമിനെ അവഹേളിക്കുന്നതെങ്കിൽ ശരി, ആ അവഹേളനം ഞങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടാണ് എന്ന് സമ്മതിക്കുകയാണ് അവളുടെ ബന്ധുക്കൾ. അതും അവളും സമ്മതിക്കുന്നുണ്ട്, അവളുടെ ബന്ധുക്കളും സമ്മതിക്കുന്നുണ്ട്. ഇവിടെ ആരാണ് പറ്റിക്കപ്പെടുന്നത്? ഞാനാണോ അതോ ഇസ്ലാമിയരാണോ? നിങ്ങളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഇവിടെ ഊത്തുകുഴി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സലഫി സെന്ററിൽ ഇവളുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾ ഒരു ബംഗ്ലാദേശി സ്വദേശിയാണ്. അയാളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇസ്ലാമിയനായ ഇയാളെ സലഫിക്കാർ ദത്തെടുക്കുകയും അവിടെ ജോലി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടിക്ക് വിവാഹബന്ധം തന്നെ കിട്ടിയത്. ഇവളെ മാത്രമല്ല, ഇവളുടെ ചേട്ടത്തിയെയും, ഇവൾക്ക് ഒത്തിരി സഹോദരങ്ങളുണ്ട്, 10-14 ഉണ്ട്. അതിലെ മിക്കവാറും പെൺകുട്ടികളെ സലഫി മുജാഹിദുകാർ തന്നെയാണ് മുൻകൈ എടുത്ത് കെട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരാൾ ഈ പറയുന്ന ഇവളുടെ സിസ്റ്ററാണ്. അവരുടെ വീട്ടിലേക്ക് ഞാൻ പോയി എന്നാണ് അവകാശവാദം. ഞാൻ അവരുടെ വീട്ടിലൊന്നും പോയില്ല. അവിടെ പോയത് പള്ളി ജമാഅത്തിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം അവിടെ എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ അവരുടെ വീട്ടിൽ പോയില്ല, കാറിലാണ് ഇരുന്നത്. എനിക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുഴിയിലിരിക്കുന്നവരുടെ വീട്ടിലേക്കൊന്നും ഇറങ്ങിപ്പോകാൻ എന്നെ കൊണ്ടാകത്തില്ല. പക്ഷെ ഞാൻ അവിടം വരെ പോയിരുന്ന ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും എനിക്കത് അറിയണമല്ലോ. ഞാൻ ഉൾപ്പെട്ട എൻ്റെ മതവിഭാഗത്തിനെ കൊല്ലാനും കൊല്ലിക്കാനും കൂട്ടു നിൽക്കുന്നത് അവരും കൂടെ ആണോ അല്ലയോ എന്നറിയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. പക്ഷെ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇളയ മകൻ മാത്രം നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഈ സ്ത്രീയെ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് കൊണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇവളുടെ ചേട്ടത്തി ഇവളോട് വിളിച്ച് ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പറയുക, സലഫി സെന്ററിൽ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ജോലി ശരിക്കും പറഞ്ഞാൽ അയാൾ അർഹിക്കുന്നതാണോ? നമ്മളുടെ ഒക്കെ ഡൊണേഷനിലല്ലേ ആ സെന്ററുകൾ വർക്ക് ചെയ്യുന്നത്. അവിടേക്ക് ഇസ്ലാമിക വിരുദ്ധമായി ഇസ്ലാമിനെ എല്ലാം കൊല്ലണമെന്ന് ആഹ്വാനം കൊടുക്കുന്ന ഈ സ്ത്രീയുടെ ആൾക്കാരെ അവിടെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണ്? ഈ പോസ്റ്റ് കാണുക, ഇത് അവൾ പോസ്റ്റ് ചെയ്താണ്. ഇതിനകത്ത് അവൾ എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്ത്യാനികളെ വെല്ലുവിളിക്കുകയാണ്, അവരെ ആഹ്വാനം കൊടുക്കുകയാണ്. നിങ്ങൾ എന്നല്ല, നമ്മൾ എന്നാ പറയുന്നത്. അപ്പോൾ ഇവൾ ക്രിസ്ത്യാനിയാണോ? ഇവൾ ആദ്യം വിവാഹം കഴിച്ചത്, വിവാഹമല്ല ഇറങ്ങി ഓടിയത് ഒരു ക്രിസ്ത്യാനിക്കൊപ്പമാണ്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് കോന്നിയിലുള്ള ജമാഅത്ത് ഇവളെ ആ നാട്ടിൽ നിന്ന് പായിച്ചത്. അവർക്ക് തോന്നിയ ആ ബുദ്ധി എന്തുകൊണ്ട് സലഫിക്കാർക്ക് തോന്നുന്നില്ല? സലഫി ഇവൾ തന്നെ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരം ഊത്തുകുഴി, ആറ്റുകുഴി, പൂന്തുറ, പിന്നെ ഭീമാപ്പള്ളി തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയെല്ലാം ഞാൻ സഞ്ചരിച്ചു. ഇവൾ അവിടെയൊന്നും വർക്ക് പോലും ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം മദ്രസയിൽ വന്ന് നിന്നു, അത്യാവശ്യം ആഹാരത്തിന് വേണ്ടിയിട്ട് നിന്നു. അവിടെ പണമിടപാടുകളിൽ പല രീതിയിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവിടുന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ സ്ത്രീയെ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും സഹായിക്കുന്നത്? നമുക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശത്രുവിനെ പാലൂട്ടി വളർത്തുകയാണ്. അയാളെ ആ ജോലിയിൽ നിന്ന് ഇറക്കി വിടാൻ നിർദ്ദേശമുണ്ടാകണം. അവർക്ക് സംഘം കാവലുണ്ടല്ലോ, സംഘം സംരക്ഷിക്കട്ടെ, അതല്ലേ ശരി? അവൾ സംഘികൾക്ക് വേണ്ടിയല്ലേ വായ്ത്താളം അടിക്കുന്നത്? നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരിൽ നിന്നാണ്? ഇസ്ലാമിയരിൽ നിന്നാണ്. ഇത് പറയുന്നത് ആരാണ്? ഇസ്ലാമിന്റെ ചാപ്പാട് കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഇസ്ലാമിയത്തായി അംഗീകരിച്ച് ഇസ്ലാമിന്റെ വക്താവായി നിൽക്കുന്ന ഈ സ്ത്രീയാണ്.
ഈ സ്ത്രീക്ക് എന്ത് അവകാശമാണ് ഇസ്ലാമിനെ പറയാൻ? ഇത് ചോദിക്കേണ്ടത് ഷെഫീനയല്ല, ഇസ്ലാമിയർ തന്നെയാണ്. ദൈവം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൈയൊഴിഞ്ഞു നിന്നാൽ നിങ്ങളുടെ അനന്തരാവകാശികൾ അനുഭവിക്കാൻ പോകുന്ന അപകടം എന്താണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കില്ലേ? ഇതേപോലെയാണ് തനൂജയുടെ കണ്ണീര് കാണുന്നതിന് വേണ്ടി ആ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പെൺകോന്തനെ നീ ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തി ഒരുപാട് ലൈവുകൾ ചെയ്ത് ആ കുഞ്ഞിനെയും ആ സ്ത്രീയെയും നീ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചത്. എക്സാക്ട്ലി. തനൂജ എന്ന സ്ത്രീയെ ഞാൻ എടുക്കുന്ന സമയത്ത് തനൂജയോട് ഞാൻ പറഞ്ഞ ജോലി ചെയ്ത് ജീവിക്കാനാണ്. അതിനുള്ള വഴികൾ ഞാൻ തുറന്നു തരാം, സപ്പോർട്ടായി ഞാൻ നിൽക്കാം, കൈകാൾ ആരോഗ്യമുള്ള നീ സമ്പാദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചുകൊണ്ട് നീ ഉൾപ്പെടെ പൈസ അയച്ചു കൊടുത്ത് എന്റെ ചാനൽ പൂട്ടിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ അവൾ നേരിടേണ്ടി വരുന്നത് ഷെഫീനെയാണെന്ന് അവൾ മറന്നുപോയെങ്കിൽ ഞാനതിവിടെ ഓർമ്മിപ്പിക്കുന്നു. ആരുടെയെങ്കിലും വാക്ക് കേട്ടുകൊണ്ട് എന്നെ ശത്രുപക്ഷത്ത് വെച്ചാൽ അടിവേര് ഞാൻ ഇളക്കും. കാരണം ഞാൻ നീതിയുടെ ഭാഗത്താണ്, തെറ്റിന്റെ ഭാഗത്ത് ഇതുവരെ നിന്ന് എനിക്കറിയത്തില്ല. അതെ, കോമഡി സ്റ്റാർ ജിനുവിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അയാൾ ഒരു നിസ്സഹായനായ ഭർത്താവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്. അതിലെ കൃത്യമായി 2 പ്രാവശ്യം ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത ഒരു സ്ത്രീ അയാളെ വീണ്ടും വേണമെന്ന് അവകാശം പറയുന്നത് അയാൾ സ്വസ്ഥമായി ജീവിക്കുന്നത് കണ്ടുകൊണ്ടാണ്. അയാൾ മാത്രമല്ല, അയാളുടെ ട്രൂപ്പ് അംഗങ്ങളായ ഒരുപാട് പേരുടെ ജീവനോപാധിയായ ആ ഒരു പ്രോഗ്രാമിനെ നശിപ്പിക്കാൻ ഈ സ്ത്രീ പല പ്രാവശ്യം ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രവുമല്ല, എത്രയോ കാലമായി മൗനമായിരിക്കുന്ന എന്നെ ഇപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തം കുഞ്ഞു മോളാണ്, ഒരു കൊച്ചു വയസ്സുള്ള കുട്ടിയാണ്, 18 വയസ്സ് പോലും ആയിട്ടില്ല. ആ കുട്ടിക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീ. ഞാൻ അവരെ എതിർക്കും, ഇനിയും എതിർക്കും. എന്റെ മക്കൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുക്കാറില്ല. വളർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും മദ്യം കഴിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ കയറ്റാറില്ല. ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല. മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്ന മക്കൾ എനിക്കില്ല. പക്ഷെ സ്വന്തം കുഞ്ഞിന് അത് ചെയ്തു കൊടുക്കുന്ന ആ സ്ത്രീയെ ഞാൻ ശക്തമായി ഇപ്പോഴും എതിർക്കുക തന്നെ ചെയ്യും. നിനക്ക് അവളോട് സോഫ്റ്റ് കോർണർ തോന്നുന്നത് നീ നിന്റെ മകൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഇപ്പോഴും എപ്പോഴും അവളെ ഞാൻ എതിർക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ ജിനു ഗോപിക്കൊപ്പം തന്നെയാണ്. കേരളക്കര മുഴുവനും കണ്ടതാണ്. ഈ കേരളക്കര മുഴുവൻ കണ്ടതാണ്. എന്നിട്ട് നീ അതേ രൂപത്തിൽ ജാമികയോട് തിരിച്ചടിക്കാൻ നീ എന്താണ് വിചാരിച്ചത്? ഒരിക്കലും അല്ല. അതിനേക്കാൾ ഭീകരമായ രൂപത്തിലാണ് ഞാൻ നിന്റെ പിന്നിൽ നിൽക്കുന്നത്. നിന്നെ ഞാൻ ശരിയാക്കിയേ മാറുള്ളൂ. നിന്നെ എനിക്ക് പേടിയാണെന്നോ? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ കോഴിക്കോട് വാടി എന്റെ വീട്ടില് നീ ഒരു സൈന്യത്തെയും സന്നാഹത്തെയും വിളിച്ചോടി. ഒരു സൈന്യവും സന്നാഹവും ഇല്ലാതെ കോഴിക്കോട്ടേക്ക് ഞാൻ വരുന്നുണ്ട്. നീ പറഞ്ഞ ആ എരപ്പ നീ എന്റെ മുഖത്ത് നോക്കി പറയണം, അത് ഞാൻ കേൾക്കണം. തിരിച്ച് ഒന്നും കൂടെ എരപ്പ എന്ന് പറയാൻ നിന്റെ വാക്കിൽ അല്ലെങ്കിൽ നിന്റെ വായിൽ പല്ലുണ്ടാകുമോ എന്ന് നീ തപ്പി നോക്കൂ. സൈന്യത്തെ മുഴുവനും ബ്രേക്ക് ചെയ്ത് ഒന്നുകിൽ ഞാൻ അവിടെ മരിച്ചു വീഴും, അതല്ലെങ്കിൽ നിന്നെ ഞാൻ സൈന്യവും സന്നാഹവും ഒക്കെ കൊണ്ട് നമ്മുടെ ആളുകളെ എതിരിടാൻ ഞാൻ സംഗീസമല്ലടി. ഞാൻ ഇസ്ലാമിൽ ജനിച്ച പെണ്ണാ. എനിക്ക് സംഗീസമൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചുറ്റും ആൾക്കാർ വേണ്ട. ഞാൻ തനിച്ച് വരും. കാരണം നിന്നെ പോലെ ഒരു വിപത്ത് ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അത് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്. എന്റെ ചാനൽ കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിപത്ത് ആരാണെന്ന്. ഒരുപാട് പേരുടെ ജീവിതം തകർത്ത് ഒരുപാട് ചോര നീ കുടിച്ചതല്ലടി, അല്ലേ? പലരുടെയും ചോരകളടി നിന്റെ മക്കൾക്ക് നീ കൊണ്ട് കൊടുക്കുന്നത്. നിന്റെ ജീവചരിത്രം എടുക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എത്രയോ പെൺകുട്ടികളുടെ കരച്ചിലും കണ്ണീരും ഉണ്ടെന്ന് നിന്റെ ജീവിതത്തിൽ. എത്രയോ മനുഷ്യരുടെ പണം തടിച്ചു മാറ്റിക്കൊണ്ട് സ്വന്തം മക്കൾക്ക് ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന നീ എത്ര ജീവിതങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടടി. സത്യം പറയും. നീ അലിയുടെ ജീവിതം, 2 അലിമാരുടെ ജീവിതം നശിപ്പിച്ചു. പേര് പറയാ റിഹായ്, സുഹൈൽ, വലൈൽ, സുലൈൽ, പിലയിൽ, പെലയിൽ, കുലയിൽ തുടങ്ങി 7ഓളം പേരുകളുടെ പേര് എനിക്ക് ചേർത്ത് പറയാൻ പറ്റും. ഇത്രയും വ്യഭിചാര രീതിയിൽ ജീവിക്കുന്ന നിനക്കെന്ത് അധികാരമാണ് ഷെഫീനയെ പറ്റി പറയാൻ? ഷെഫീനയുടെ പേരുകളിൽ 2 പേരേ ഉള്ളൂ. 2ഉം ഭർത്താവാണ്. ഒരാൾ മരണപ്പെട്ടു, ഒരാൾ ഡിവോഴ്സായി. 2ഉം ഭർത്താവാണ്. വിവാഹം കഴിച്ചതാണ്, രജിസ്റ്റർ ചെയ്താണ് മാരേജ്. ഇന്ത്യൻ നിയമം അനുസരിക്കുന്ന രീതിയിൽ നിയമപരമായി വിവാഹം കഴിച്ച 2 വ്യക്തികളാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതും മരണപ്പെട്ടു പോയതും ഡിവോഴ്സായി പോയതും. നിന്റെ പേരിൽ അങ്ങനെയല്ലോ. കാണുന്നവരൊക്കെ നിന്റെ ഭർത്താവായിരുന്നല്ലോ. കാണുന്നവരെ ഒക്കെ നീ വിവാഹത്തിന് ക്ഷണിച്ചതുമാണല്ലോ. കണക്കുകൾ കൃത്യമല്ലേ? 7ഓളം പേരുടെ ഡീറ്റെയിൽസും വോയിസും ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തിട്ടില്ലേ? അല്ലേ? നിന്നെ പോലെ ഒരുത്തിയെ രംഗത്ത് പിടിച്ചിറക്കി നിന്ന് സ്വന്തം മക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആ തെമ്മാടി ഉണ്ടല്ലോ, അവന് കിട്ടാൻ പണി. എൻ്റെ എക്സ് ഹസ്ബൻഡിനെ, ഞാൻ ഡിവോഴ്സ് ചെയ്ത എക്സ് ഹസ്ബൻഡിനെ ഇന്നവരെ ഈ രീതിയിൽ ഒരു സ്ലട്ട് ഷെയിം ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ? അവിടെയുണ്ട് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ മക്കളുടെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അപ്പൻ എന്ന റെസ്പെക്ട് പോലും ഇല്ലാതെ തോന്നിവാസം പറയണ നീ എവിടെ നിൽക്കുന്നു? ഷെഫീന എവിടെ നിൽക്കുന്നു? ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ 2 നിന്ദിച്ചിട്ട് റെഡിയാക്കി, ഒരു വക്കീലിനെ റെഡിയാക്കി ഇപ്പൊ കൊടുത്തതുപോലെ എന്തെങ്കിലും കൈമണത്ത് കൊടുത്ത് റെഡിയായി നിന്നോ. പിന്നെ അവന്റെ ഇപ്പോഴത്തെ 2 കുണുവാവകൾ ഉണ്ടല്ലോ, അവന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ, കാണാം. അല്ല ഭീഷണിയാണോ മെയിൻ? ആരെ? അലിയുടെ ഭാര്യയെയും കുട്ടിയെയും തല്ലും കൊല്ലുമെന്ന്, എന്നെയും കുട്ടിയെയും തല്ലും കൊല്ലുമെന്നൊക്കെയാണ് ഭീഷണി. ഉമ്മ ഹായ് എരപ്പേ എന്നൊക്കെ വിളിച്ചൊരു സ്ത്രീ അഭിസംബോധന ചെയ്യുന്നതിന് തെറിയെന്ന് തന്നെയാണ് പറയുന്നത്.
അഭിസാരികയായ നിനക്കത് മനസ്സിലാകത്തില്ല. കാരണം നാക്കിന് 24 മണിക്കൂർ ഇങ്ങനത്തെ വർത്തമാനേ വരുള്ളൂ. നാട്ടുകാരെ തെറി തെറി എന്ന് പറയുമ്പോൾ സ്വയം വിളിക്കുന്ന തെറി നിനക്ക് ഓർമ്മ വരത്തില്ല. എന്നിട്ട് എന്റെ സഹോദരിയുടെ വീട്ടിൽ ചെന്നിട്ട് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയോ, എതിരായിട്ടൊന്ന് പറയോ എന്തെങ്കിലും, അങ്ങനെ എന്റെ സിസ്റ്റർ അവിടെ നിന്ന് ആട്ടി വിട്ടു. ആലോചിച്ചു. തീർച്ചയായിട്ടും ഇവളുടെ സിസ്റ്റർ ആട്ടി വിട്ടിട്ടുണ്ടെന്ന് ഞാനല്ല, അവളാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സലഫി സെന്ററിൽ ഇവളുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നതിനെ ഞാൻ ശക്തമായി എതിർക്കുന്നു. എന്റെ ഒപ്പം നിൽക്കുന്ന എത്ര പേരുണ്ടോ, ഞാൻ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്ത് വെക്കാം. അത്രയും പേർക്ക് ചേർന്ന് ഈ സലഫി സെന്ററിനോട് നിങ്ങളുടെ ആ ഉദ്ദേശ ലക്ഷ്യം അറിയിക്കണം. കാരണം ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവളുടെ സിസ്റ്ററുടെ ഹസ്ബൻഡ് നമ്മളുടെ ആൾക്കാർക്കൊപ്പം നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇവളെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവർ ഇവൾക്കൊപ്പം നിൽക്കട്ടെ. ഇവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരോ അവർ ചെലവിന് കൊടുക്കട്ടെ. നമ്മുടെ കൂട്ടർക്കൊപ്പം ഇവർ നിൽക്കേണ്ട ആവശ്യം എന്താ? നമ്മളെ കൊന്നാനും തല്ലാനും നമ്മളെ മാറ്റി നിർത്താനും ക്രിസ്ത്യാനികളോട് പോലും ആഹ്വാനം കൊടുക്കുന്ന ഈ സ്ത്രീക്ക് നമ്മൾ എന്തിനു സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ജോലിയിൽ നിന്ന് പിരിത്തു വിടുക. അത് ഇസ്ലാമിയർക്കുള്ള സ്ഥലമാണ്. ഇസ്ലാം വാദം അനുസരിച്ചും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ രീതി അനുസരിച്ചും ജീവിക്കുന്ന മനുഷ്യർക്കുള്ള സ്ഥലമാണ്. അല്ലാതെ ഇതുപോലെ സംഘികൾക്ക് ചൂട്ടുപിടിക്കുന്ന രാജ്യദ്രോഹിയായ ഒരുത്തിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല. ഇവരെ കൂട്ടത്തിൽ പെടുത്തരുത്, സമൂഹത്തിൽ പെടുത്തരുത്. അവർ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ജീവിച്ചോട്ടെ, ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കണ്ട. വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തു. നമുക്ക് വേണ്ട ഇവരെ. എന്നെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയോ, എതിരായിട്ടൊന്ന് പറയോ എന്തെങ്കിലും, അങ്ങനെ എന്റെ സിസ്റ്റർ അവിടെ നിന്ന് ആട്ടി വിട്ടു. ആലോചിക്കണം. എന്നിട്ട് പറയുക അവസാനം, നീ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു കൊടുത്ത ലോകത്തുള്ള സകലമായ സ്ത്രീകൾക്കും അപരാധമല്ലേ, തലവേദനയല്ലേ, പിഴച്ചകളെ നിന്നെക്കാൾ പിഴച്ച. സ്നേഹത്തോടുകൂടി ചേർന്ന് പുണർന്ന് അത്യാവശ്യം എൻജോയ് ചെയ്തുണ്ടായ കുഞ്ഞായതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടും എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിന് വിട്ടുകൊടുക്കാറുണ്ട്, കാണാറുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ സന്തോഷപൂർവ്വം വാങ്ങാറുണ്ട്. ഇന്നവരെ ഒരു മോശം വർത്തമാനം എൻ്റെ കുഞ്ഞിനോട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ പിണക്കമുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കുഞ്ഞല്ല എന്നല്ല, അത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ്. എല്ലാ റെസ്പെക്റ്റോടു കൂടിയും അദ്ദേഹത്തിന് ചേർത്തണയ്ക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതിലെനിക്കൊരു അവകാശവും പറയാനില്ല. ചന്തപ്പെണ്ണുങ്ങളെ പോലെ ഇതുപോലെ തോന്നിവാസം പറയുന്നത് ഞാനല്ല, നീയാണ്. ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും ഒരു പരാജിതയല്ല. അതുകൊണ്ടാണ് സ്ത്രീത്വത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ വെറുതെ കിടന്നുകൊടുത്ത് കൊച്ചുണ്ടാക്കി ആ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഞെളിച്ച് നിന്നെപ്പോലെ വർത്തമാനം പറയാത്തത്. അപ്പോൾ തന്നെ തെളിവല്ലേ ഞാൻ സ്ത്രീകൾക്ക് അഭിമാനമുള്ള ഒരുത്തിയാണെന്ന്. അപമാനം കുടുംബത്തിന് പോലുമില്ല. നീയോ? പൊളിറ്റിക്കലി ഇൻകറക്റ്റ്, ബയോളജിക്കലി ഇൻകറക്റ്റ്. 4 എണ്ണത്തിനല്ല, 2 പേർക്ക് 2 കുഞ്ഞുങ്ങൾ, 2 പേരെ വിവാഹം കഴിച്ചു, 2 കുട്ടികൾ തീർച്ചയായിട്ടുമുണ്ട്. നിന്നെപ്പോലെ 40 പേർക്ക് കിടന്നുകൊടുത്ത് 2 എണ്ണത്തിനെ ഉണ്ടാക്കിയ ചരിത്രമൊന്നും എനിക്കില്ല. അത് ഞാൻ നിനക്ക് തന്നെ വെച്ച് തരുന്നു. ബയോളജിക്കലി കറക്റ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. 40 പേർക്കൊപ്പം കിടന്ന് 2 പേരെ ഉണ്ടാക്കിയ നിനക്ക് നിന്റെ എക്സ്പീരിയൻസ് എന്റെ തലയിൽ കെട്ടിവെക്കാൻ തോന്നും. സ്വാഭാവികം. സ്വപ്നം കണ്ടാൽ മതി. അത്തരം സ്വപ്നങ്ങൾ ഇവിടെയില്ല. നാട്ടുകാരെ ഊമ്പിച്ചും വലിപ്പിച്ചും പറ്റിച്ചും കൊണ്ടാണ് തന്നെ പഠിപ്പിച്ചതെന്ന് അറിയുമ്പോൾ നിന്റെ മക്കൾ നിന്നെ ചവിട്ടി അരയ്ക്കുക മാത്രമല്ല, എടുത്ത് കെണ്ടിലുമിടും, തൂങ്ങിയും ചാവും. കാരണം അവർ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, മറ്റുള്ളവന്റെ ചലവും ഛർദിയും തീട്ടവും കൊണ്ടാണ് നമ്മൾ പഠിച്ചതെന്ന് അവർ തിരിച്ചറിയുന്ന ദിവസം നിന്നെ അവരെടുത്ത് കെണ്ടിലിടുവഴി. ഒരു ദിവസം ഉടനെ കാണാൻ നമുക്ക് സംശയമില്ല. ഞാൻ ഇക്കഴിഞ്ഞ 11 വർഷങ്ങളായി കഷ്ടപ്പെട്ട മക്കളെ ഒരു കുറവ് അറിയിക്കാം. നാട്ടുകാർ മുഴുക്ക പറയുന്നുണ്ട് ആ കഷ്ടപ്പാടിന്റെ രീതി എന്താണെന്ന്. ചാലയിലെ മാർക്കറ്റിലെ സ്വർണ്ണക്കട നടത്തുന്ന ഒരു പാവം മനുഷ്യന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റിയല്ലേ നീ ക്രൈസ്റ്റ് നഗർ സ്കൂളിന് ഫീസ് കൊടുത്തത്. നീ കഷ്ടപ്പെട്ടുണ്ടാക്കാൻ നിനക്കെന്തൊരു തൊഴിലറിയാം? നീ എന്ത് ജോലി ചെയ്ത്? അവർക്കൊരു കുറവേ ഉള്ളൂ. നിർത്ത്. അവർക്കൊരു കുറവേ ഉള്ളൂ. നീ എന്ന തള്ള എന്നത് വലിയൊരു കുറവാണ്. നീ എന്ന തള്ളയുടെ മക്കളെന്ന് അറിയപ്പെടുന്നത് ആ പെൺകുട്ടിക്കും ആ ആൺകുട്ടിക്കും ഏറ്റവും വലിയ കുറവാണ്. അവർ ഈ ഭൂലോകത്ത് അനുഭവിക്കാൻ പോകുന്ന അവഗണനയും വെറുപ്പും പുച്ഛവും വിദ്വേഷവും അസാധ്യമാണടി, അസാധ്യം. ഞാൻ അവരോടൊപ്പം നിൽക്കാണ്. അത്ര കഷ്ടപ്പെട്ട് ഞാൻ മാർക്കറ്റിൽ 11 വർഷം തിരിഞ്ഞു നോക്കാത്ത ഒരുത്തന്നെ വക്കാലത്ത് പിടിക്കാൻ കുറെ അധികം പ്രിയമായ അപമാനം ഒന്നിനെ തന്നെ ഉണ്ടാക്കുക. അതുകൊണ്ടാണല്ലോ ഒരുപാട് അനാഥാലയങ്ങൾ ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അനാഥാലയങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ അടിച്ചുമാറ്റി കൂടെ കൊണ്ടുവച്ച് അവരുടെ കുട്ടികളെ പോലും അടിച്ചുമാറ്റി സ്വന്തം മക്കളായിട്ട് കാണിച്ചുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ കയ്യടി നേടുന്ന നീ ഒരു സ്ത്രീയോട് കാണിച്ച ദുരന്തം, ദ്രോഹം എന്താണെന്ന് ഓർമ്മയുണ്ടോ? അവരുടെ വിവാഹ ഫോട്ടോകൾ പോലും കത്തിച്ചു കളയുകയും ആ സ്ത്രീയുടെ സ്വന്തം ഭർത്താവിനെ അടിച്ചുമാറ്റി കൂടെ കൊണ്ടുവച്ച് വെറും ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായി കൂടെ കൊണ്ടു നടക്കുന്ന നിനക്ക് ലജ്ജയില്ലേ?
നീ ഡിവോഴ്സ് വാങ്ങിയിട്ടുണ്ടോ? അവൻ ഡിവോഴ്സ് വാങ്ങിയിട്ടുണ്ടോ? ആ സ്ത്രീ ഡിവോഴ്സ് തന്നിട്ടുണ്ടോ? ആ സ്ത്രീയുടെ കുഞ്ഞുങ്ങളെ പോലും അവരെ കാണിക്കാതെ പിടിച്ചു മാറ്റി സ്വന്തം കഷത്ത് വെച്ചിരിക്കുന്ന നിനക്ക് വല്ല ബോധ്യവുമുണ്ട്? ആൺകുട്ടികളാണ്, അവർ പഠിച്ചിറങ്ങുമ്പോൾ നിന്നെ ഉപയോഗിച്ച് അവർ ഇതുപോലുള്ള എഡ്യൂക്കേഷനൊക്കെ എടുത്ത ശേഷം ചെവിക്കൽ വിളക്കം നിനക്കൊരെണ്ണം തരുന്ന ദിവസം അതിവിദൂരമല്ലടി. കാത്തിരുന്ന് നമുക്ക് കളി കാണാം. പിഴച്ചത് നീയാണ്. നിന്റെ പിഴയാണ് ലോകം മുഴുക്ക പറയുന്നത്. റിയാസ്, സുഹൈൽ, അലി, കുലി, അലി, അലബുലി, ഇല്ലബുലി, ഒരു 100 ഉണ്ടല്ലോ. ഇബ്രാഹിം, എന്തുവാടേ? ഒരമ്മയും മകനും തമ്മിൽ ഉമ്മ വയ്ക്കുന്നതിനെ പോലും വക്രീകരിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ, ആഭാസതരമായി പറഞ്ഞ നീ ഒരു അമ്മയാണോടി? നിന്റെ സ്വന്തം മകളുടെ ഭാവി ഉദ്ദേശിച്ചുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ അവളുടെ ഉപ്പ അവളെ ബലാത്സംഗം ചെയ്തുവെന്ന് കള്ളത്തരം പറയുമോടി നീ? അത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ ആ മകളെ പോലും അവഹേളിച്ച നീ ഒരു അമ്മ എന്ന നിലയിൽ ഏറ്റവും വലിയ പരാജിതയല്ലേ? നിന്റെ ബാധ്യതയായിരുന്നു ഉണ്ടാക്കിയ മക്കളെ സംരക്ഷിക്കുക നോക്കുക എന്നത്. നീ എന്നിട്ട് കണ്ട തേവിളിച്ചുകളുമായി ചേർന്ന് 100 അപമാനെ പിടിച്ചിട്ട് പോലും കാമഭ്രാന്തി തീരാതെ എനിക്ക് സെക്സ് വേണമെന്ന് ലൈവിൽ കരഞ്ഞു വിളിക്കുന്ന ഒരു. അപ്പോ ഈ പറഞ്ഞ വാക്ക് ഞാൻ നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞത് തെറിയല്ല എന്നാണെങ്കിൽ നീ നിന്റെ ഉമ്മായെയും ഇത് തന്നെയായിരിക്കും വിളിക്കുന്നത്. ഞാൻ കാണാൻ പോയ നിന്റെ താത്തായെയും നീ ഇത് തന്നെയായിരിക്കും വിളിക്കുന്നത്. നിന്റെ മകളെ നാട്ടുകാര് ഇത് തന്നെയായിരിക്കും വിളിക്കുന്നത്, അല്ലേ? നിന്റെ വീട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ചേർന്ന ഈ പദം നീ എന്റെ തലയിൽ കെട്ടിവെക്കുന്ന എന്തിനാണടി? നീ പറഞ്ഞ ആ തക്കാളിച്ചി നീ കാണിച്ചു ഉണ്ടല്ലോ. ശരിക്കും നിനക്ക് കിട്ടിയിരുന്നു. ഞാൻ ഈ ലൈവ് എന്റെ മക്കൾക്ക് കാണിച്ചു. ബാക്കി എന്റെ മക്കൾ പറയും ലൈവിലല്ല, നാട്ടുകാരോടല്ല, നിന്നോട് നേരിട്ട് തന്നെ നിന്റെ മക്കൾ പറയുമെടി നീ ആരാണ്, നീ എന്താണ് ചെയ്യുന്നതെന്ന്. അല്ല, നിന്നോട് പറയും. അധികം വൈകില്ല കേട്ടോ. എന്റെ മോള് ചോദിക്കും നിന്നോട്. എന്റെ മോളെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കും. അങ്ങനെ പറ. നിന്റെ മോളെ കൊണ്ട് നീ ചോദിപ്പിക്കും എന്ന് പറ. അല്ല, ആ കൊച്ചു സത്യത്തിൽ ചോദിക്കത്തില്ല. കാരണം അത് ചോദിക്കാനുള്ള ആംബിയറൊന്നും അതിനില്ല. കാണാം. 11 വർഷവും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരുത്തൻ ഒരു ലോകത്തെമ്മാടിച്ചിയെയും കൂട്ടുപിടിച്ചിട്ട് അന്തടി കൊഞ്ഞ വർത്താനം വന്നത് കൊണ്ടാ നിനക്ക്? എവിടെ കൊണ്ട്? ശൂലം വജൈനയിലേക്ക് തന്നെ കുത്തി കേറിയോ? ഇമാതിരി എല്ലാം വാക്കുകൾ വരുന്നു നിനക്ക്? നീ പറയുന്നത് കേട്ടേ കരയുന്ന ആളുകളെ നീ കണ്ടിട്ടുള്ളൂ. നിന്നെ അടിച്ച് ചെവിക്കല്ലും പൊട്ടിക്കാൻ പവറുള്ള ലേഡിയെ നീ ഇപ്പഴാ കണ്ടെത്തിയത്. പിന്നെ എന്റെ കൈ മാങ്ങാ പറിക്കാൻ പോവല്ലേ? നീ അടിക്കാനും ഞാൻ ചെവിക്കല്ല് കൊണ്ടുവന്ന് എന്നാ അടിച്ചോ എന്ന് പറയാനുമായിട്ട് വന്നാ നിന്റെ സുനായിലേക്ക് ഞാൻ കമ്പ് കുത്തി കയറ്റും. ഇപ്പഴാ കണ്ടെത്തിയത്. എന്നെ നീ കാണുന്ന നിമിഷം നിനക്ക് അടയാളം കിട്ടിയിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. നീ തുന്നിക്കെട്ടും നിന്റെ സുന 12ഓ 20ഓ കുത്തിക്കെട്ട് നീ കുട്ടും. അമ്മാതിരി ഞാൻ പുളന്നങ്ങ് വിടും. അടയാളം കിട്ടി നിന്റെ ഒരു ശരീരത്തിന്റെ പാർട്ട് കൊണ്ട് ഞാൻ വീഴും. മരിച്ചു വീഴുവാണെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ എടുക്കും. എന്തിനാണെന്നറിയാമോ? ലോകത്തിന് മുഴുവൻ വിപത്തായിട്ടുണ്ട്. എന്നെ കൊല്ലുമെന്നാണ് പറയുന്നത്. എടി, വധഭീഷണി മുഴക്കുന്ന വധഭീഷണിക്കാരി, നീ ഞൊട്ടും. ഈ ലോകത്തുള്ള സകലമാന സ്ത്രീകളുടെയും സംരക്ഷണാർത്ഥം അത് ഞാൻ ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ബലാത്സംഗിയല്ലേ നിന്റെ വാപ്പായെ പോലെ, കഞ്ചാവ് കാക്കായെ പോലെ ഞാൻ നാട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ നടന്ന് ബലാത്സംഗം ചെയ്യല്ലേ? സ്ത്രീ സംരക്ഷകയാണ്. അതുകൊണ്ടാണ് സ്വന്തം മകളെ സ്വന്തം അപ്പൻ കയറി പണിതിട്ട് പോലും ആ സംരക്ഷണം മകൾക്ക് കൊടുക്കാത്ത ഒരു സ്ത്രീ സംരക്ഷക വന്നിരിക്കുന്നു. തേവിയെന്നും താക്കിയെന്നും ഒക്കെ പെൺകുട്ടികളെ വിളിക്കുന്ന ഇവളാണ് സ്ത്രീ സംരക്ഷക. അത് ഞാൻ ചെയ്തിരിക്കും. കാരണം കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയ 2 മക്കളെ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മതതീവ്രവാദികളുടെ കയ്യിൽ നിന്ന് വാങ്ങി നക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടേ. സംഘി തീവ്രവാദികൾക്ക് കിടന്നുകൊടുത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യക്തി ഉണ്ടല്ലടി മത തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് സക്കാത്ത് വാങ്ങിക്കുന്നത്. എന്റെ സഹോദരങ്ങളടി, അവരെനിക്ക് തരുന്നത് സന്തോഷത്തോടു കൂടി, ഞാൻ സന്തോഷത്തോടു കൂടി വാങ്ങിക്കും. നിനക്ക് എവിടെ നോവുന്നത്? നീ സംഘികൾക്ക് പൊക്കിക്കാണിച്ചു കൊടുത്ത് വാങ്ങിക്കുന്നു. എനിക്കവര് സഹോദര സ്നേഹത്തിൽ തരുന്നു. വ്യത്യാസമുണ്ടടി. പിച്ച പിച്ച ആ പിച്ച ആ പിച്ച. നീ ആദ്യം പറഞ്ഞതൊന്നും ഇതായിരുന്നില്ല. പുസ്തകം നാവിക ചവിട്ട് കൊടുത്ത പുസ്തകം വലിച്ചെറിയ ഡാഷുകളെയൊക്കെ വലിച്ചെറിയെന്ന് പറഞ്ഞ ആളാ നീ. ലോക ഫ്രോഡ്. നിനക്ക് എന്താണ് ഈ സോഷ്യൽ മീഡിയയിലെ അഡ്രസ്? തന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ നട്ടലുള്ളത്? ആത്മാഭിമാനമുള്ളവരുണ്ടോ? ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നിന്റെ പ്രശ്നമാണ് എങ്കിൽ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. ആദ്യം നീ എന്നോട് എന്താണ് പറഞ്ഞത്? നീ അല്ലടി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ. അതെല്ലാം പൊട്ട്. ആദ്യം നീ ഇസ്ലാമിന് വേണ്ടി ജീവിച്ചവളല്ലേ?
നിനക്ക് തിരിഞ്ഞു മാറി സംസാരിക്കാമെങ്കിൽ ഇസ്ലാമിൽ വിട്ടുപോയ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ സംസാരിച്ച എനിക്ക് തിരിച്ച് ഇസ്ലാമിനെ സംബോധിച്ച് അല്ലെങ്കിൽ നല്ലതുപോലെ പറയാമല്ലോ. അതിലെന്താ തെറ്റിരിക്കുന്നേ? ഓടി വാഴത്തോരനെ. ഒരു ഉസ്താദ് കയറി നമ്മളെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചൊറിഞ്ഞിട്ടുണ്ടല്ലോ, ജാമിദ ഷെഫീന എന്നൊക്കെ വിളിച്ചിട്ട്. അവനൊരു ടെസ്റ്റ് ഡോസ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ബാക്കി കൂടി വേണ്ടി വന്നാൽ കൊടുക്കണമെങ്കിൽ അങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു. എന്തായാലും അങ്ങനെ നമ്മളെ ഉസ്താദന്മാരെ വിമർശിക്കണം നമുക്ക് നല്ലതാണ്. അപ്പോൾ കുറച്ച് വിശ്വാസികൾ കൂടി നമ്മുടെ വീഡിയോ കാണും. അതൊരു പോപ്പുലാരിറ്റി കിടയാകുന്നില്ല. അത് ആരും മൈൻഡ് ചെയ്യാതിട്ട് എന്ത് കൊള്ളുന്നതിനുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ എടുത്ത് വിമർശിക്കണം, നമുക്ക് മറുപടി പറയണം. അപ്പോഴേ നമ്മുടെ ചാനൽ വളരൂ. അങ്ങനെ തന്നെയല്ല ഞാനൊക്കെ 2 വർഷം കൊണ്ട് ഇത്രയൊക്കെ എത്തിയത്. അങ്ങനെ മറ്റുള്ളവർ ആരെങ്കിലും മറുപടി പറയുമ്പോഴത്തേക്കിനും ഡെസ്പാകും, ആകെ വിഷമം, ടെൻഷൻ. അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു കേട്ടാ. പറയട്ടെപ്പാ, എല്ലാവരും വരട്ടെ, എല്ലാവരും നമുക്ക് മറുപടിയൊക്കെ പറയട്ടെ, മനസ്സിലായോ? അപ്പോ സഹായിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് ആരോടും പറയാൻ വേണ്ട കേട്ടോ. കാരണം മറ്റുള്ളവരൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ സഹായിക്കാനൊന്നും അത്ര സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ഒരാളല്ലാന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് പൈസ എന്തെങ്കിലുണ്ട്. അപ്പൊ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കും പറയണ്ട കേട്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതൊന്നും പറയണ്ട കേട്ടോ. ആരും സഹായിക്കാനില്ല എന്ന രൂപത്തിൽ തന്നെ സംസാരിച്ചാൽ മതി. ഞാൻ വേറെ ഒരു സോഴ്സ് കൂടി നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആയാൽ ഞാൻ അപ്പം അറിയിക്കുകയും ചെയ്യാം. നമ്മൾ ഇനിയും ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചു, നമ്മൾ വല്ലാതെ വൈഡായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പോപ്പുലാരിറ്റി കൂടെ ഉണ്ടാക്കിയെടുക്കുക. പബ്ലിക് ഫിഗർ, പബ്ലിക് ചാനലുകളിലൊക്കെ വന്ന് സംസാരിച്ച് അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വേറെ 1-2 ബെനിഫിറ്റും കൂടിയുണ്ട്. പബ്ലിക് അറിയും. നമുക്ക് എന്ത് സംഭവിച്ചാലും പബ്ലിക്കായിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കാനുണ്ടാവും. പബ്ലിക് പ്രോഗ്രാംസ് ഏത് കിട്ടിയാലും ഒഴിവാക്കരുത്. ഒരു വേദിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റായിട്ട് വേദിയും ചാനൽ ഡിബേറ്റും ഒക്കെ കിട്ടും. ചാനൽ ഡിബേറ്റ് ഒക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. അപ്പോൾ ചാനൽ ഡിബേറ്റിലൊക്കെ പക്കയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. മനസ്സിലായ? കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, കുറച്ച് വിഷയങ്ങളെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അങ്ങ് സംസാരിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കാം. പിന്നെ നമുക്കൊരു സംഘടനയുടെ, ഞാൻ ഒരു ഓർഗനൈസേഷനും ഇല്ലല്ലോ, ഒരു സംഘടനയിലുമില്ല. നമ്മൾ പറയുന്നതിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ കേസൊന്നും വരില്ല. നമ്മൾക്ക് നമ്മുടെ മതത്തെ കുറിച്ച് റെഫറൻസ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മതത്തെ കുറിച്ചിട്ട് പറയുന്നത് ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്താ, ജബ്ബാർ മാഷ് ചെയ്യുന്ന എന്താ, ആരിഫ് ചെയ്യുന്ന എന്താ, അലിയാക്കത്ത് ചെയ്യുന്ന എന്താ, ജസ്ല ചെയ്യുന്ന എന്താ, എല്ലാവരും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതാണ് കൂടുതൽ. അതല്ലാതെ നമ്മളെ പോലെയുള്ള ആൾക്കാർ മറ്റു കാര്യങ്ങൾ പറഞ്ഞാലൊന്നും അധികം ആൾക്കാരൊന്നും കേൾക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് മതപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ തിരിയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാലാണ് നമുക്ക് വാച്ചവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ധാരാളം ഉണ്ടാകുക. അതിന്റെ ഫേസ്ബുക്കില് കുറെ ഗ്രൂപ്പുകളിൽ ആഡ് ആകണം, ജോയിന്റ് ആകണം. അപ്പോൾ നമുക്ക് അതിനകത്തേക്കൊക്കെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്യാം. ചുമ്മാ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്യരുത്. അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം, ഒരു ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ടൊന്ന് കൊടുക്കണം. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പണം ഇടുന്നു. അതിനുശേഷം ഞാൻ ചെയ്ത വീഡിയോ കുറച്ചെടുത്തു കൊണ്ടുപോകുന്നു. അതിൽ നല്ല റവന്യൂ കിട്ടുമ്പോൾ വീണ്ടും വീഡിയോസ് എടുക്കുന്നു. അതിന്റെ പേരിൽ എനിക്ക് വീണ്ടും പണം തരാമെന്ന് പറയുന്നു. എന്നിട്ട് എന്നോട് സംഖ്യയ്ക്ക് അനുകൂലമായി സംസാരിക്കാൻ പറയുന്നു, ഇസ്ലാമിക വിമർശനം ചെയ്യാൻ പറയുന്നു. എനിക്ക് ഖുർആനൊന്നും പരിചയമില്ല, എനിക്ക് സാമൂഹിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിലാണ് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. കേസ് വരും എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. അതിന്റെ കാരണം കോടതിക്ക് അഗൻസ്റ്റ് ഒരു സംസാരം ഇവൾ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കോടതിക്ക് എതിർത്ത് പറയരുത്, കോടതിയെ അങ്ങനെ വിമർശിക്കാനുള്ള അധികാരം നമുക്കില്ല, നിയമം അറിയുന്നതുകൊണ്ട് പറഞ്ഞതാ. അപ്പോഴും പറഞ്ഞ കാര്യമാണ്, അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, എല്ലാ സപ്പോർട്ടും എനിക്ക് പ്രോമിസ് ചെയ്ത മാഡം ഇപ്പൊ പറയണു ഞാൻ ദേവിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എനിക്ക് ഈ സ്ത്രീയെ പേഴ്സണലി അറിയത്തില്ല, ഞാൻ ഇവളുടെ സുഹൃത്തുമല്ല, ഞാൻ ഇവരെ കണ്ടിട്ടുമില്ല, എനിക്ക് ഇവരെ പറ്റി ഒന്നും അറിയില്ല. ക്ലബ് ഹൗസുകളിൽ ഞാൻ എപ്പോഴും ഡിബേറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഒരു സംഘടനയിലോ ഒരു രീതിയിലുള്ള സംഘടനാ അടിസ്ഥാനത്തിലുള്ള ഒരു മീറ്റുകളിലോ ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ABC മലയാളത്തിലും ന്യൂറോൺസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പൈസ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. എനിക്ക് ഇസ്ലാമിനെ പറ്റി പറയാൻ എൻ്റെ മീഡിയം തന്നെ ധാരാളമാണ്. വിമർശനങ്ങൾ എനിക്ക് ഇപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ട്. അല്ലാതെ എനിക്ക് എൻ്റെ മതസമൂഹത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഡിബേറ്റിന്റെ ആവശ്യമില്ല. ഞാൻ പോയിട്ടില്ല, ഇനി പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനെ ഓഫർ വന്നിരുന്നത്. എൻ്റെ യുക്തിക്കും എൻ്റെ നീതിബോധത്തിനും എഗൻസ്റ്റ് ആയിട്ട് ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും ഞാൻ ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. അതിന്റെ തെളിവാണ് ഞാൻ തന്നെ. ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്നും ഇസ്ലാമിയർ കൊല്ലുമെന്നും അവരങ്ങനെ ചെയ്യുമെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന അപകടം, അപമാനം ഒക്കെ അവൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പബ്ലിക്കിനോട് പറഞ്ഞാൽ ഇസ്ലാമിയരുടെ ഈ അഹങ്കാരം തീരുമെന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ എന്നിൽ കൂടെ മനസ്സിലാക്കി കൊടുത്ത ഒരു കാര്യം, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു രീതിയിലുള്ള അവഗണനയോ ഉപദ്രവമോ എനിക്ക് ഇസ്ലാമിൽ നിന്നുണ്ടായിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽ എനിക്ക് ഒരു ഉപദ്രവവും ഒരു ഇൻസൾട്ടും ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് കളവ് പറയാൻ ഞാൻ എവളെ പോലെ സംഗീതം പഠിച്ചിട്ടില്ല.
എനിക്ക് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യവുമില്ല. പല രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന ഇവൾ ഇതേപോലെ തന്നെയാണ് മറ്റുള്ളവരെയും ഇസ്ലാമിനെയും പോലും പറയുന്നത്. തീർച്ചയായിട്ടും ഒന്നും പോലും സത്യമുള്ളതല്ല. ഒരുപാട് തെളിവുകൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട്. ഈ വീഡിയോ ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഇതൊക്കെ അവൾ മുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനും കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ്. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പുതിയൊരു ചാനലിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ ചാനൽ അവൾ അടിച്ചു കളയും. മുൻപൊരു ചാനൽ 107K ഉള്ള ചാനൽ അവൾ അടിച്ചു കളഞ്ഞിരുന്നു. കാരണവും അവൾ പറഞ്ഞിരുന്നു. സംഘികൾക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് അവളുടെ വൈരാഗ്യവും. ഇത്രയധികം തീവ്രവാദപരമായി സംഗീതം വിളമ്പുന്ന ഒരു പെണ്ണുമ്പുളെ ഞാൻ കണ്ടിട്ടില്ല. വളരെ വേഷ ചിന്താഗതിയും മനസ്സ് നിറച്ച് വിഷവുമുള്ള ഈ സ്ത്രീയെ സത്യം പറഞ്ഞാൽ അകറ്റി നിർത്തണം. ഇതൊരു സാമൂഹിക വിപത്താണ്. ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവളുടെ മാതാപിതാക്കളോ ഇവളുടെ സഹോദരങ്ങളോ ആണെങ്കിൽ അവരെയും സമൂഹത്തിൽ, നമ്മുടെ ഇസ്ലാം മത സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുകയോ ചുമന്നുകൊണ്ട് നടക്കുകയോ ചെയ്യട്ടെ. നമ്മളുടെ ആഹാരം കഴിച്ച് നമ്മളെ തെറി വിളിക്കുന്ന ഇവളെയും ഇവളുടെ ബന്ധുക്കളെയും നമ്മുടെ 7 അയലത്ത് അടുപ്പിക്കരുതെന്ന് എൻ്റെ റിക്വസ്റ്റാണ്. എന്നെ കൊണ്ട് ചെയ്യുന്നത് അത്രയും ഞാൻ ചെയ്തു തന്നു. ഇനി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റ് സോ മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി. നമസ്കാരം. ബാലയാണ്. നിയമപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആശുപത്രികളെല്ലാം മറ്റൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ എലിസബത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ തമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഒരാൾക്കും മനസ്സിലാവില്ല. എലിസബത്ത് ഒരു ഡോക്ടർ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ 2 ചേട്ടന്മാരും ഡോക്ടേഴ്സാണ്. ഡാനി, ക്രിസ്റ്റഫർ. പിന്നെ അവരുടെ അച്ഛനമ്മ പഠിച്ചവരാണ്, പ്രൊഫസേഴ്സാണ്. ഉദയൻ സാർ. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. എലിസബത്ത് അച്ഛൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം. അവരോട് ആരോടും എനിക്ക് തർക്കമില്ല. അല്ലെങ്കിൽ പിന്നെ അവരെടുത്ത് തർക്കിക്കാം. അവരാണ് നിന്നെ കല്യാണം പണ്ടത്. നിന്നെ കല്യാണം പണ്ടത് എലിസബത്ത്. നീ എതുക്ക് അവங்கள்ட்ட തർക്കിക്കണോ? നീ ആര് അവங்கள்ட்ட തർക്കിக்கிறதுக்கு? നീ யாரு? ജാര്? എലിസബത്ത് എന്താ വേണ്ടത്? മെഡിക്കൽ അറ്റൻഷൻ, നോട്ട് മീഡിയ അറ്റൻഷൻ. അവൾക്ക് എന്നെ വേണോന്ന് അവൾക്ക് தெரியும். നീ சொல்ல വേണ്ടിയ ആവശ്യമില്ല. നീങ്ക വിട്ടാച്ചി. നിങ്ങൾ കളഞ്ഞില്ലേ മനുഷ്യ? നിങ്ങൾ കളഞ്ഞ ശേഷം പിന്നെ അവള് എന്തിനു ചെയ്യണം എന്തിനു ചെയ്യണ്ടെന്ന് അവള് നിശ്ചയിക്കത്തില്ലേ? ഇതെന്തൊരു ശല്യം ഇത്? ഒരു പെണ്ണിന് ജീവിക്കാനും പാടില്ലേ? എല്ലാത്തിനും ഇപ്പൊ നിന്റെ പെർമിഷൻ ചോദിച്ചോണ്ട് കിടക്കാൻ പറ്റുമോ? നീ വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞി. നീ അവളെ വഴിക്ക് പോട്ട്. നീ എന്തിനാ അവള് പുറകെ പോണത്? അവള് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമില്ലേ? അത് പോട്ടെ. അവൾ ഒരു വീഡിയോ പ്ലേ ചെയ്തായിരുന്നു. അത് ഞാൻ എടുത്തില്ല. എന്നാലും എടാ, രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ബെഡ്റൂമിനകത്ത് ഒരുത്തനെ കൊണ്ടുവരുന്ന എന്തിനാ? ജേക്കബ് സാറേ 3 മണിക്ക് ഇവിടെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മോശമല്ലേടാ? ഭാര്യയല്ലേ? നിങ്ങൾ തമിഴ്നാട്ടിലാണെന്ന് വെച്ചാല് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട് അല്ലേടാ? അവര് സ്ത്രീകളെ, പ്രത്യേകിച്ച് ഭാര്യയുടെ അടുത്തൊക്കെ വേറൊരാള് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പിന്നെ ഇത് ചെയ്യുന്ന ആൾക്കാരല്ലേ? അങ്ങനെയുള്ളടത്ത് നീ അവിടെ പോയി എന്തിനാ നീ കാണിച്ചത്? വൃത്തികെട്ടവൻ. നീ ജീവിച്ച മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. നീ മാത്രമേ ജീവിച്ചുള്ളൂ എന്നതാണ് കറക്റ്റ്. നിന്റെ കൂടെ ഉള്ളതൊക്കെ ചുമ്മാ നരകത്തിലേ. അത് ഞാൻ ചോദിക്കട്ടെ, ഒരു സംശയം. അമൃത പറയണത് ശരി തെറ്റ്? അമൃത പറയുന്നത് കുഴപ്പം, അവള് കുലസ്ത്രീയാണ്, കുഴപ്പമാണ്. ഈ എലിസബത്ത് പറയണതും കുഴപ്പമാണ്. എലിസബത്തും കുഴപ്പം, അമൃതയും കുഴപ്പം. ഒരാളെ കൊണ്ട് പ്രശ്നം ഉണ്ടായ കറക്റ്റ്. ഇത് ഒരാൾക്ക് എല്ലാവരെ കൊണ്ട് പ്രശ്നം ഉണ്ടാവുന്ന ഈ ആ പ്രശ്നക്കാരൻ നിങ്ങളല്ലേ? നിങ്ങൾക്കല്ലേ? നിങ്ങളാണ് കുഴപ്പം. നിങ്ങൾക്ക് അതെന്ത് മനസ്സിലാവാത്തത്? തത്തയ്യ പുത്തയ്യ തത്തക്ക തുത്തക്ക. അവള് മരുന്നല്ലേ കഴിക്കുന്നുള്ളു, വിഷമൊന്നും അല്ലല്ലോ. അവള് കള്ളു കുടിച്ച കള്ളല്ലല്ലോ, മരുന്നല്ലേ. അപ്പൊ ഡിപ്രഷൻ അവൾക്ക് ഉണ്ടെങ്കിൽ തന്നെ ഡിപ്രഷൻ ടാബ്ലറ്റ് എടുക്കുന്ന ഒരാള് വീഡിയോ ചെയ്താൽ നല്ലതാ. കാരണം ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീക്ക് ഏറ്റവും നല്ല റിക്കവറി എന്ന് പറയുന്നത് ഇതുപോലെ ലൈവുകളും മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ പോലും സജസ്റ്റ് ചെയ്യുന്നതാണ്. മൗനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ അസുഖം കൂടും. അവര് കൂടുതൽ ആൾക്കാരെടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ അസുഖത്തിന് ഒരു റിലീഫ് ഉണ്ടാകും. ഡിപ്രഷൻ കുറയാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് ആളുകളുമായിട്ട്. അവള് ആരെടുത്തോ പറയുന്നതല്ല, നമ്മൾ ഒത്തിരി പേരെടുത്ത് അവള് പറയണ് ഞങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യും. നീ കൊണ്ട് കേസോ? മെഡിക്കൽ അറ്റൻഷൻ.
അല്ലാതെ പിന്നെ എന്തിനാണ് കല്യാണം കഴിഞ്ഞു ശരി, ഞങ്ങളടുത്തൊക്കെ നീ പറഞ്ഞു കല്യാണം പണിയാച്ചി, നാങ്ക കല്യാണം പണിയാച്ചു, നാങ്ക ഒന്നിച്ച് സങ്കറോം. എലിസബത്ത് ഇവിടെ കമോൺ, എലിസബത്ത് സെറ്റിയർ, എലിസബത്ത് കമ്മിയർ, ഇതൊക്കെ നീയല്ലേ പറഞ്ഞത്. പെട്ടെന്ന് ഒരു ദിവസം നീ പറയുന്ന എലിസബത്ത് ഈസ് എ ജമ്മ്, ഞങ്ങൾ അതും വിശ്വസിച്ചു. പിന്നെ നോക്കുമ്പോ അവളെ പിടിച്ചോണ്ട് അമ്പലത്തിൽ പോണു. അതെന്തരി? നിങ്ങൾ ഡിവോഴ്സ് ആയാൽ നമ്മൾ എത്ര വട്ടം ചോദിച്ചു, നിങ്ങൾ മിണ്ടിയ? നീ മിണ്ടിയില്ല. ലവളെ പിടിച്ച് അമ്പലത്തിൽ പോകുമ്പോ ഞങ്ങളും കൂടെ അറിയണ്ടേ നിനക്ക് എവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പെണ്ണുമ്പള കിട്ടിയെന്ന്. നീ നിമിഷത്തിന് പെണ്ണ് കൂട്ടിക്കൊണ്ടെന്ന് അതിവിടെ സമ്മതിക്കാൻ നീ ആർക്ക് പഠിക്കണടാ? അതൊന്നും നീ ചാവാൻ പോണോ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്? ഇതെന്റെ ലാസ്റ്റ് കല്യാണം ഓരോ കല്യാണം കഴിക്കുമ്പോഴും നീ പറയാറുണ്ട്. தமிழ்தா உனக்கு தெரியும். ஒவ்வொரு கல்யாணம் பண்ணும் போதும் ஒவ்வொரு திருமணம் பண்ணும் போதும் நீ சொல்றது இதுதான் எனக்கு கடைசி கல்யாணம், இனி நான் மேல்கொண்டு கடைசியா நான் திருமணம் பண்ணிக்கிட்டு பினிஷ் பண்ணிக்கிறேன், இனி மேல்கொண்டு பண்ண மாட்டேன். சும்மா இது പറഞ്ഞ തീരട്ടായിരുന്നു ബേടേ കയറണം. அப்படியெல்லாம் சொல்லி எங்களை ஏமாத்தின ஏமாளி தான் நீ. ஏமாளி എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവൂല, ஏமாத்துறவன் தான் നീ. പറ്റൂല. ഞങ്ങൾക്ക് നല്ല കൺസേൺ ഉണ്ട്. അവളെ വീട്ടുകാരൊന്നും നോക്കട്ടെ, ഞങ്ങൾ നോക്കും. വി പീപ്പിൾ വിൽ സപ്പോർട്ട് ഹർ. ഞങ്ങൾ അവക്കൊപ്പമാണ്. അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവളെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകും. നീ ടെൻഷൻ അടിക്കണ്ട. നീ ഇതിപ്പോ അവരെ വീട്ടുകാരെടുത്ത് പറയണത് നിനക്ക് ഇത്രയും കൺസേൺ ഉണ്ടെങ്കിൽ നീ പൊത്തിക്കൊണ്ടിരിക്കണോടാ. നീ അവക്കെതിരെ കേസ് കൊടുത്തെന്നല്ലേ ആദ്യം പറഞ്ഞത്? എല്ലാവർക്കും നിയമപരമായിട്ട് നീങ്ങിയിട്ടുണ്ട്. എലിസബത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തു. നിനക്ക് അവളോട് കൺസേൺ ഉണ്ടെങ്കിൽ നീ കേസ് കൊടുക്കുവോ? ഉണ്ടോ? നീ ഈ രഹസ്യമായിട്ട് പറയാതെ അവരുടെ സഹോദരങ്ങളെ നമ്പർ എടുത്തിട്ട് അവരെ വിളിച്ചിട്ട് അവളെ നോക്കൂന്ന് പറയല്ലേ? നീ പബ്ലിക്കിൽ പറയണത് നിനക്കൊന്നും അവരെ ഫോൺ നമ്പർ ഇല്ലേ? നീ അവരെ വീട്ടിൽ പോടാ, അവരെ വീട്ടിൽ ചെല്ല്. ചെറുക്കന്മാരെ എടുത്തിട്ട് അടിച്ചുടച്ചങ്ങ് വിടും. ചെല്ലു നീ. കൊറേ തമിഴ് ഇവൻ മട്ടും പഠിക്കല്ല. നമ്മളെ കാര്യം ആ ഇവിടെ ഡിഫമേഷൻ വരുന്നത് ആർക്കാണെന്ന് അറിയാമോ? അഭിമാനമുള്ളവർക്കാണ് അപമാനം ഉണ്ടാവുക. അനക്കെന്തൊരു അഭിമാനം? ഇജ്ജ് കല്യാണം കഴിച്ചേനു, 1 കെട്ടിയനു ഞങ്ങളത് പറഞ്ഞേനു, 2 കെട്ടിയനു ഞങ്ങൾ പറഞ്ഞേനു, 3 കെട്ടിയനു ഞങ്ങൾ പറഞ്ഞേനു, ഇജ്ജ് 3 കല്യാണം കഴിച്ചേനു ഞങ്ങൾ 3 കല്യാണം ഒന്ന് പറഞ്ഞേനു. അനക്ക് പെണ്ടാട്ടി அங்க இருந்து ஏதோ சொன்னா நாங்க அதெல்லாம் எடுத்து வச்சு திருப்பி சொல்லிச்சு. அவங்க சொன்னாங்க, நாங்களும் சொன்னாங்க. அவங்க சொல்லியது நிப்பாட்டுனா நாங்களும் நிப்பாட்டுறோம். சரி, அவங்க பேசிட்டு இருந்தா நாங்களும் பேசிட்டு இருப்போம். கண்டிப்பா எங்களுக்கு வேற தொழில் கிடையாது. எங்க தொழில் எது, எங்க உபஜீவனம் எது, நாங்க இப்படிதான் பண்ணுவேன். இப்ப நீங்க வந்து மீடியா எல்லாம் கூப்பிட்டு சொல்லுது நான் இப்படியாக்கும் அப்படியாக்கும் சொன்னா எல்லாருமே ஏத்து சொல்லுவாங்க. ஆமா, வீடியோல இப்படி எல்லாம் இருக்குன்னு. அதுக்கு நீ என்ன டிஃபேம் கொடுக்க போறது? உண்மையான ஒரு விஷயத்தை தான் நாங்க சொன்னோம். பொய்யா எதுவுமே சொல்லல. உனக்கு வந்து பைத்தியம் என்று சொன்னா அது உண்மையாக்கும். உனக்கு பைத்தியம் இல்ல என்று சொன்னா அது உண்மை இல்லாதாக்கும். കൺഫ്യൂഷൻ വേണ്ട. ഉനക്ക് പൈത്യം ഉണ്ടായിരുന്നാലും ഇല്ലായിരുന്നാലും അല്ലെ അത് വേണ്ട. പൈത്യം എന്ന് പറഞ്ഞാൽ നീ വേറെ കേസ് കൊടുക്കും. അത് വേണ്ട. മാച്ചള ആ പോർഷൻ നമ്മൾ ഇവിടെ എടുക്കണില്ല, അത് മാറ്റി. ഉനക്ക് കരൽ പ്രശ്നം ഇருக்கு, அது இருக்கு. அப்ப நாங்க சொல்றோம் அவனுக்கு கரல் பிரச்சனை இருந்த போது அவனுக்கு பெண்டாட்டியா அவனுக்கு கூட நின்று உடன்கையா துணையா இணையா மனையா அவனை பார்த்தது எலிசபெத். இப்ப வந்து அவன் வேறொருத்தைய கல்யாணம் பண்ணி எலிசபெத்தை கெட்ட வார்த்தை போடுறான். அது உண்மைதானே தம்பி? நீங்க செய்யறது தானே நாங்க சொல்றோம். கொஞ்சம் புரிஞ்சுக்கோனே. யூடியூபர்ஸ் சொன்னா நியமமே தெറ്റിக்கிறோம். നോൺ ബെയിലബിൾ കേസാ? നീ ആര്? മഹാത്മാഗാന്ധിയാടാ നിന്നെ വിമർശിച്ച നോൺ ബെയിൽ വരാൻ? വേണ്ട, പറയടാ. വേണ്ട, നീ പറഞ്ഞ രഹസ്യം யாரு தெரி விழிச்சது? நீ என்னத்தை பேசுறே? நாங்கள் ஒன்னும் கெட்ட வார்த்தை போடல.
எங்களுக்கு நியூஸ்ல வந்த விஷயத்தை நாங்க எடுத்து பேசணும்னு தவிர நாங்க ஒன்னும் நான் கெட்ட வார்த்தை போடல. அனந்து லைஃப் ஆஃப் அனந்து கெட்ட வார்த்தை போட்டிருக்கான். அவனை பிடிச்சு உள்ள போடு. நானும் உனக்கு சப்போர்ட்டாவா இருக்கேன். அப்புறம் யாரு ஜகுத்தன், அவ சரி கிடையாது, அவரே உள்ள போட்டுட்டு ஒரு பிரச்சனை இல்லை. நான் பாவம், என்ன அப்படி எல்லாம் பண்ணக்கூடாது, தப்பு. பாவம் பெம்புளாட்டி பாத்திக்கியா. 3 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻഫർമേഷനിൽ എനിക്ക് തരേണ്ടത് അമൗണ്ട് എന്താണ് നല്ല ലോയർ എടുത്ത് ചോദിക്കുക. அப்படிங்களா? அப்ப காசு கிடைக்கிறத அளவுக்கு உனக்கு தந்தா போகுது. எனக்கு இது வியூ ரொம்ப கம்மி, பாத்துக்கோ. எனக்கு கொஞ்சம் காசு தான் கிடைச்சது. அந்த காசு தானே, அதை நீ கேஸு கொண்டு போக வேண்டாம், உனக்கு நான் அனுப்பி தரேன். நீ கேஸுக்கெல்லாம் போகாதே, நான் அந்த காசு உனக்கு பாஸ்ல அனுப்பி தரேன். உனக்கு சாப்பிடுக்கு காசு கிடையாதோ, அதனாலதான் நீ டிஃபர்மேஷன் கொடுத்து காசு சம்பாதிக்கிறியோ? அப்படியா? அவ்வளவு துட்டு கிடையாது. அப்புறம் நீ எப்படி ஆளுகளுக்கு எல்லாம் காசு கொடுப்ப? நீ தானே சொன்ன எல்லாருக்கும் நான் தான் உடந்தையா இருக்கேன். அங்க ஒரு ஆபரேஷனை நான் பண்ணினேன், இங்க ஒரு ஆபரேஷனை நான் பண்ணினேன், அங்க ஒரு பொண்ணுக்கு உடுப்பு வேண்டி கொடுத்தேன். இப்படி எல்லாம் காசு இருக்க போயிட்டு நீ ஏன் இப்படி எல்லாம் பண்ற? இவ்வளவு பிச்சைத்தனமா? நிறுத்த மாட்டேன். நீ நிறுத்தே. ഞാനും കൊക്കില ഒരു വഴക്കുമില്ല. ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല. சரி, அது நாங்களும் சொல்லல. நீ ரேப் ஒன்னும் செய்யல, அது அந்த பொண்ணு தான் சொல்லிச்சு, நம்ம ஒன்னும் சொல்லல. அந்த பொண்ணு சொல்லிச்சுது அவளை ரேப் பண்ணிச்சு. அவ சொன்னா நாங்களும் சொல்லுவேன். நீ அவள்கிட்ட சொல்லி நிப்பாட்டு. அல்ல, அவள் சொன்னா அவள்கிட்ட சொன்னா கரெக்டா. அவ சொல்லிச்சு என்ன ரேப் பண்ணிச்சு, நாங்களும் சொல்லுவோம் நீ ரேப் பண்ணிச்சு. அவ இல்லைன்னு சொன்னா நாங்க ஓகே. ലിവർ പേഷ്യന്റ് ആയിരുന്നു, ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ നടന്നത്. நீ கள்ளெல்லாம் குடிக்கிறது கொஞ்சம் நிப்பாட்டு தம்பி. இந்த தண்ணி எல்லாம் ரொம்ப சாப்பிடக்கூடாது, தப்பு, தவறு. இதெல்லாம் கொஞ்சம் நிப்பாட்டுனா உனக்கு லிவர் சிரோசிஸ் எல்லாம் சரியா போயிடும். இன்னும் மேற்கொண்டு உனக்கு உசுரா இருக்கணும்னா, உசுறு வாழணும்னா நீ கொஞ்சம் அமைதியா இரு. ஏன் ஆட்கள்கிட்ட மேல இப்படி இப்படி ஏறி மிதிக்கிறேன்? அவங்க எல்லாம் சாபம் போடும், புரிஞ்சுக்கோ. நானெல்லாம் கெட்ட வார்த்தையில் சாபம் போடுவேன், சத்தியமா. എനിക്ക് ആരും ലിവർ ഇതൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നത് പോലെ ഉണ്ടാവും. ഇന്ന് തൊട്ട് എലിസബത്ത് കുറിച്ച് ഒരു വീഡിയോ ഞാനോ കൊക്കിലോ ഇടില്ല. താങ്ക് യു സോ മച്ച്, താങ്ക് യു. പക്ഷെ നാങ്ക ഇടും. അവനോട് ഒരു സമയത്ത് എന്നെ സഹായിച്ചിട്ടില്ലെന്ന് പറയില്ല. வந்தல்லோ வனமாலா, இப்பெல்லாம் ஓகேவா? இது நீங்க முன்னாடியே சொல்லி இருந்தா நாங்க ஏன் பிரச்சனை பண்ணணும்? நீங்க முன்னாடியே சொல்லி இருக்கணும், நான் இப்படி எல்லாம் பண்ணி இருக்கேன், அவ என்ன இப்படி எல்லாம் நாங்க பார்த்துருக்கோம் தம்பி. அவ வந்து உன்னை ஹெல்ப் பண்றது, நீ கூப்பிடும் போதெல்லாம் அவ திரும்பி திரும்பி உன் வீட்டுக்கு வர்றது, உன்னை விட்டுட்டு போறது, இதெல்லாம் நாங்க விட்னஸ் ஆயிருக்கோம். அப்ப நாங்க பேசுவோம், கண்டிப்பா பேசுவோம். She treated me and I was a patient. ஒரு பேஷண்ட் ஆயிட்டு